നമസ്കാരം, ഞാൻ ഡോക്ടർ ഷഹന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കാലസിനെ കുറിച്ചാണ്. കാലസിന് സാധാരണയായിട്ട് നമ്മൾ തയമ്പ് എന്നാണ് മലയാളത്തിൽ പറയാം. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫ്രിക്ഷനോ പ്രഷറോ ഇറിറ്റേഷനോ കൊണ്ട് സ്കിന്നിൽ വരുന്ന തിക്കനായിട്ടുള്ള ഹാർഡായിട്ടുള്ള ഒരു പാച്ചാണ് കാലസ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ടൊരു നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം പോലെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. സാധാരണയായിട്ട് കൈകളിലും കാലിലും ഒക്കെ പാദങ്ങളിലും അതുപോലെ തന്നെ കൈയിൻ്റെ ഉള്ളിലൊക്കെയാണ് സാധാരണ വരാറ്. കൂടുതലും വേദന ഇല്ലാത്തതായിരിക്കും കാലസ്. അത് വീണ്ടും വീണ്ടും നമ്മൾ അവിടെ ഫ്രിക്ഷൻ വന്നുകൊണ്ടിരുന്നാൽ ആ സമയത്ത് മാത്രമേ അവിടെ പെയിനും ഇറിറ്റേഷനും വരാറുള്ളൂ. അതുപോലെ തന്നെ ഇൻഫ്ലമേഷനും വരാറുള്ളൂ. കാരണം പറഞ്ഞല്ലോ, ഫ്രിക്ഷൻ കൊണ്ടാണ് സാധാരണയായിട്ട് ഉണ്ടാവുന്നത്. നമ്മളിപ്പം കാലിലൊരു കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാത്തൊരു ഷൂസ് ഇട്ടു എന്ന് വെക്കുക, അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ളൊരു ഷോക്സ് ഇട്ടു എന്ന് വെക്കുക. ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കുറേ നേരം നടന്നു കഴിയുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ കാലിൽ ഒരു ഫ്രിക്ഷൻ നന്നായിട്ട് അനുഭവപ്പെടും. അത് കാരണം ആണ് കാലസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ചെരുപ്പിടാതെ നടക്കുമ്പം കാലിലും അല്ലെങ്കിൽ ഫ്ലോറിലൊക്കെ തട്ടിയിട്ടുണ്ടാകുന്ന ഫ്രിക്ഷൻ, ചില സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതുപോലെ ബൈക്കിൻ്റെ സ്കൂട്ടറിൻ്റെയൊക്കെ ഹാൻഡിൽസ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ തയമ്പ് വരും. ഗിറ്റാർ ഉപയോഗിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഹാൻഡ് ടൂൾസ് ഉപയോഗിച്ച് പണിയെടുക്കുന്നവർക്ക്, അതുപോലെ മുട്ടിൽ നിന്നിട്ട് പണിയെടുക്കുന്നവർക്ക്, ഇങ്ങനെയൊക്കെ കുറച്ച് കണ്ടീഷൻസ് ആണ് നമുക്ക് തയമ്പ്, നോർമലി എല്ലാവർക്കും അറിയുന്നതാണ് തയമ്പ് വരുന്ന കണ്ടീഷൻസ്. കൂടുതലായിട്ടും തയമ്പ് കാണുന്നത് കാലിൽ ഹീൽസിൻ്റെ അവിടെ, തള്ളവിരലിൻ്റെ അവിടെ, അതുപോലെ തന്നെ കാലിൻ്റെ പാദത്തിലൊക്കെയാണ് കൂടുതലായിട്ടും കാലിൽ തയമ്പ് വരുന്നത്. കയ്യിൽ എവിടെ വേണമെങ്കിലും വരാം. ലക്ഷണം തിക്കായിട്ടുള്ളൊരു ഹാർഡായിട്ടുള്ളൊരു സ്കിന്നായിരിക്കും നമുക്ക് ആ ഭാഗത്ത് ഉണ്ടാവുക. കട്ടി കൂടിയൊരു പ്രതലം, അത് കുറച്ചിങ്ങനെ പറഞ്ഞു പോരുന്ന ടൈപ്പായിരിക്കും. ഫ്ലേക്കി ആയിരിക്കും, ഡ്രൈ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു വാക്സി ടെക്സ്ചർ ആയിരിക്കും. കുറച്ചൊന്ന് വാക്സ് ഒക്കെ അപ്ലൈ ചെയ്താൽ കുറച്ച് തിളക്കം ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു സ്ട്രക്ചർ ആയിരിക്കും. സാധാരണയായിട്ട് വേദന ഇല്ലാത്തതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില സമയങ്ങളിൽ അത് സ്ഥിരമായിട്ട് അവിടെ ഫ്രിക്ഷൻ വരുമ്പം അവിടെ ബേണിങ് സെൻസേഷനും അതുപോലെ തന്നെ ടെൻഡർനെസ്സും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ സാധാരണ നോർമലായിട്ട് അത് നമ്മൾ ആ ഫ്രിക്ഷൻ ഒഴിവാകുമ്പോൾ പോവാറുണ്ട്. അല്ലെങ്കിൽ സാധാരണ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പറഞ്ഞിട്ടൊക്കെ പോകും. അത് ഡോക്ടറെ കാണിക്കേണ്ട ഒരു കണ്ടീഷൻ എപ്പോഴാണ്? ഭയങ്കരമായിട്ട് വേദന ഉണ്ടാകുമ്പോൾ, അവിടെ ഇൻഫ്ലമേഷൻ വരുമ്പം, അതുപോലെ തന്നെ ബ്ലീഡ് ചെയ്യുമ്പം, ഡയബറ്റീസും സർക്കുലേഷൻ കുറവായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ പ്യുവർ ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവർക്കിത് പൊട്ടിയിട്ട് മുറിയായി കഴിഞ്ഞാൽ ചെറിയൊരു കാലസ് ആയിരിക്കാം, അത് ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ അത് പിന്നെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും നല്ലത്. താങ്ക് യു.